ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നല്ലൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊക്കെ വീട്ടിൽ വെക്കുന്ന തേങ്ങ കൂട്ടാത്ത രീതിയിലുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണിത്. ആദ്യമായിട്ട് ഞാൻ ഗ്രീൻ പീസ് ഒരു 7 to 8 hours സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള പൊട്ടറ്റോ, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് തക്കാളി, പിന്നെ 4 പച്ചമുളക്, ഒരു അരമുറി സവാള, കറിവേപ്പില, പിന്നെ ഒരു തുള്ളി, ഒരു പിഞ്ച് എന്ന് പറയുന്ന പോലെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ഉപയോഗിച്ചിട്ട് അത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്, കുക്കറിൽ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് കുക്കറിൽ ഏകദേശം ഞാൻ ഒരു 4-5 വിസിലിൻ്റെ അടുത്താണ് അടുപ്പിക്കുന്നത്. 4-5 വിസിലിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കടുക് ഒക്കെ വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ എണ്ണയൊഴിച്ച് താളിച്ചതിന് ശേഷം അതിലേക്ക് കടുക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില വീട്ടൊന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം, അതായത് നമ്മൾ ചെറിയൊരു കളർ മാറുന്ന ആ ഒരു ടൈമിൽ ഒരു പിഞ്ച് പിന്നെയും ഞാൻ ഒരു തുള്ളി കൂടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല. അത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്, കാരണം അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. ആ ഗരം മസാലയുടെ ആ ഒരു ഇതൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്താണ് മല്ലിപ്പൊടി ഇടുന്നത്. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പച്ചമണം മാറുന്നവരെ ഞാനത് മൂപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നന്നായിട്ട് നമ്മൾ ഇടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, 1/4 സ്പൂണിൻ്റെ അടുത്താണ് നമ്മൾ ചേർത്തത്. അപ്പോൾ അതേസമയം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഗ്രീൻ പീസ് കറി. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് ഈ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഈ കൂട്ട്, അതായത് നമ്മൾ കടുക് വറുത്തതും അതുപോലെ തന്നെ ഈ മൂപ്പിച്ച മസാലയെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു 1-2 മിനിറ്റ് നേരത്തേക്ക് ചെറുതായി ഒന്ന് രീതിയിൽ അത് തിളപ്പിക്കും. കാരണം അത് ഇത്തിരി വെള്ളം ഉള്ളതൊന്ന് കുറയ്ക്കാൻ വേണ്ടി, അതായത് നമ്മുടെ കട്ടിയിലൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വേഗാത്തയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. I hope everyone liked the video. Thank you.